ഇപ്പോൾ നമുക്കറിയാം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 18 വർഷത്തിന് ശേഷം IPL കിരീടം ആദ്യമായി ഉയർത്തുന്നു. വിരാട് കോഹ്ലിക്ക് അഭിമാന നിമിഷമായിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും അത് ഒരു ടീം ഭേദമന്യേ എല്ലാവർക്കും സന്തോഷം ആഹ്ലാദവും നൽകിയ ഒരു മുഹൂർത്തമായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മളെ തേടിയെത്തിയ വാർത്ത അതീവ ദുഃഖകരമായിരുന്നു. അവിടെ ബംഗളൂരുവിൽ നടന്ന വിജയാഘോഷ പരേഡിനിടെ വലിയ ദുരന്തമാണ് സംഭവിച്ചത്. 11 പേരാണ് മരിച്ചത്. അതിൽ 47 പേരിലധികം പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്നു. പലരുടെയും നില അതീവ ഗുരുതരമായിരുന്നു. 16ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഇപ്പോൾ പരിക്കേറ്റവരിൽ 47 പേരും അപകടനില തരണം ചെയ്തു എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത വരുന്നുണ്ട്. എന്നാൽ പോലും ആകെ മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ വാർത്ത, ആ ദുരന്തം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്, രാജ്യത്തെ ഒന്നാകെ വേദനിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, എങ്ങനെയാണ് ഈ 47 പേരുടെയും ആരോഗ്യനില മെച്ചപ്പെട്ടു, അവർ അപകടനില തരണം ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ വേണം. ഒപ്പം ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം കൂടി കൊഴുക്കുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ആര്യ, ഏതായാലും ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് DGP പ്രാഥമിക റിപ്പോർട്ട് കൈമാറി എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ DGP വ്യക്തമാക്കുന്നത് പോലീസ് സംവിധാനത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതാണ്. ദുരന്തം തടയാൻ, അല്ലെങ്കിൽ ഇത്ര വലിയ ആൾക്കൂട്ടം കൂടുന്നത് തടയാൻ പോലീസ് സംവിധാനത്തിന് സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി ആൾക്കൂട്ടം ഉണ്ടാവുകയായിരുന്നു. ഇത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടും എന്നുള്ളത് ഒരു തരത്തിലും നേരത്തെ അറിയാവുന്നൊരു കാര്യമായിരുന്നില്ല. അത്തരം റിപ്പോർട്ടുകളും മറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 5000-ഓളം പോലീസുകാർക്ക് നിയന്ത്രിക്കാനാവാത്ത വിധമുള്ള ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടുകയും തുടർന്ന് ഈ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറാൻ ശ്രമിക്കുകയും മറ്റും ചെയ്തു. ചില ബലപ്രയോഗങ്ങൾ നടത്തേണ്ടി വന്നു. കാരണം ഈ ദുരന്തം ഇത്തരത്തിൽ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസിന് ചില ഇടപെടൽ നടത്തേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായി ആളുകൾ ചിതറിയോടുകയും മറ്റും ചെയ്തു. അത്തരത്തിലുള്ള ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പോലീസ് സംവിധാനത്തിന് പറ്റുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് പോലും വിരൽ ചൂണ്ടുന്നത് ഈ സംഘാടനത്തിലെ പിഴവിനെ കുറിച്ചാണ്. കാരണം വളരെ കൃത്യമായി തന്നെ നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഈ വിക്ടറി പരേഡ് ഉപേക്ഷിക്കണമെന്നും തുറന്ന വാഹനത്തിലുള്ള യാത്രയടക്കം ഉപേക്ഷിക്കണമെന്നും ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മാത്രമായി ആഘോഷ പരിപാടികൾ പരിമിതപ്പെടുത്തണമെന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ സർക്കാരും ഒപ്പം അവിടുത്തെ ക്രിക്കറ്റ് ബോർഡും കർണാടക ക്രിക്കറ്റ് ബോർഡും അടക്കം ഇത് തള്ളിക്കളയുകയും പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇതാണ് വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും BJP ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ദുരന്തത്തിൻ്റെ എല്ലാ വശവും അന്വേഷിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ മജിസ്ട്രിയൽ അന്വേഷണമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്നലെ സിദ്ധരാമയ്യയും DK ശിവകുമാറും ഒക്കെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തിയിരുന്നു. പിഴവുകൾ സംഭവിച്ചു എന്നവർ പറഞ്ഞിരുന്നു. ഇന്നലെ ഈ ദുരന്തം നടന്നതിന് ശേഷവും ഈ രാഷ്ട്രീയ നേതാക്കളടക്കം ഈ പരിപാടിയുടെ ഭാഗമായി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പറയുന്നത് പല വിദേശ താരങ്ങൾക്കും പുറത്തേക്ക് പോകാൻ ഇന്നലെ രാത്രി തന്നെ അവർക്ക് അവരുടെ ജന്മനാടുകളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കോഹ്ലി അടക്കമുള്ള താരങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത്. സാധാരണയൊക്കെ ഇത്തരം വിക്ടറി ആഘോഷങ്ങൾ നടക്കുമ്പോൾ 1-2 ദിവസത്തെ ഗ്യാപ്പുകളടക്കം പോലീസ് സംവിധാനങ്ങൾക്ക് നൽകാറുണ്ട് തയ്യാറെടുപ്പുകൾക്കായി. പക്ഷേ അത് സംഭവിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെ 3 തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മറ്റുമായിരുന്നു. അതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലുണ്ടായ വലിയ പിഴവ് സർക്കാർ അടക്കം സമ്മതിക്കുകയാണ്. ഏതായാലും ആരാധകർക്ക്, ആഘോഷിക്കാൻ കാത്തിരുന്ന ആരാധകർക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. 11 ആളുകൾ മരിക്കുന്നു. 10 ലക്ഷം രൂപ വീതം ഇവർക്ക് നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ കൃത്യമായ കാരണക്കാർ സർക്കാരും ഒപ്പം ക്രിക്കറ്റ് ബോർഡും മറ്റുമാണ് എന്നുള്ള ആക്ഷേപം ഉയർന്നു കഴിഞ്ഞിരുന്നു. നേരത്തെ BCCIയും IPL ഗവേണിംഗ് കൗൺസിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. IPL ഗവേണിംഗ് കൗൺസിലിനോട് BCCI വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കണം എന്നുള്ളതാണ്. ഏതായാലും ഭാവിയിൽ ഇത്തരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നിന്നും അവധാനത വേണം എന്ന ആവശ്യം കൂടി BCCI മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കൃത്യമായ സംഘാടനത്തിലൂടെ, കൃത്യമായ തരത്തിലുള്ള ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ മാത്രമേ ഈ ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകൂ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ബംഗളൂരു മുക്തമായിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ സൂചന. ആര്യ.
തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ബംഗളൂരുവിൽ നടന്ന വലിയ ദുരന്തം അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് രാജ്യമുള്ളത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും 47 പേർ അവർ അപകടനില തരണം ചെയ്തു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും നമ്മുടെ രാവിലെ ഇവിടെ തുടരുകയാണ്.